QGIS സോഫ്റ്റ്വെയറിൽ ചെയ്യുവാനുള്ള ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ പ്രാദേശിക വിഭവ ഭൂപടത്തിന്റെ മാതൃക പഞ്ചായത്ത്_map.qgis എന്ന പേരിൽ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനുള്ളിലുള്ള QGIS മാപ്പ് എന്ന ഫോൾഡറിൽ ലഭ്യമാണ്. ഈ ഭൂപടം QGIS സോഫ്റ്റ്വെയറിൽ തുറന്ന് താഴെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നാണ്. പ്രവർത്തനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം QGIS സോഫ്റ്റ്വെയർ തുറക്കാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സയൻസ് എന്നതിന് നേരെ ക്വാണ്ടം GIS എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി പ്രോജക്റ്റ് തുറക്കുകയാണ്. പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഫയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വന്നില്ലെങ്കിൽ നമുക്കത് ഫയല് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആദ്യം ഹോം സെലക്ട് ചെയ്യുക, പിന്നീട് എക്സാം ഡോക്യുമെന്റ്സ് സെലക്ട് ചെയ്യുക, അതിനുശേഷം QGIS മാപ്പ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇതിനുള്ള പഞ്ചായത്ത് മാപ്പ് എന്നത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇതിൽ പുതിയൊരു ലെയർ ചേർത്ത് കൊടുക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. മെയിൻ റോഡ് എന്ന പേരിൽ ഒരു പുതിയ ലെയർ ചേർത്ത് കൊടുക്കണം. മെയിൻ റോഡ് എന്ന ലെയറിൽ ചേർത്ത് കൊടുക്കേണ്ട 3 വിശേഷണങ്ങളും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. നെയിം, വിഡ്ത്ത്, ടൈപ്പ് എന്നിങ്ങനെ 3 വിശേഷണങ്ങളാണ് തന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്? ആദ്യമായിട്ട് ലെയർ നിർമ്മിക്കുവാൻ വേണ്ടി, പുതിയ ലെയർ നിർമ്മിക്കുവാൻ വേണ്ടി ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ റോഡ് ആയതുകൊണ്ട് ലൈൻ എന്നത് സെലക്ട് ചെയ്യുന്നു. റോഡ് നമ്മൾ ലൈൻ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് ലൈൻ എന്നത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം മുൻപ് കണ്ട വിശേഷണങ്ങൾ ഓരോന്നായിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുക. വിശേഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ട വിശേഷണങ്ങളാണ്. നെയിം, വിഡ്ത്ത്, ടൈപ്പ് എന്നിവയാണ്. അതിവിടെ ചേർത്ത് കൊടുക്കുന്നു. ആദ്യം നെയിം ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ആഡ് ടു ആട്രിബ്യൂട്ട് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ടെസ്റ്റ് ഡാറ്റ ആയതുകൊണ്ട് ഇവിടെ മാറ്റം വരുത്തുന്നില്ല. ആഡ് ടു ആട്രിബ്യൂട്ട് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നെയിം എന്നത് ഇവിടെ ചേർന്ന് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വിശേഷണം വിഡ്ത്ത് ആയിരുന്നു. വിഡ്ത്ത് ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. വിഡ്ത്ത് എന്നത് ഒരു അളവായതുകൊണ്ട് ഇവിടെ നമ്പർ ചേർത്ത് കൊടുത്തു. ഹോൾ നമ്പർ എന്നത് ചേർത്ത് കൊടുത്തു. ഇവിടെ ആഡ് ടു ആട്രിബ്യൂട്ട് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വിഡ്ത്ത് എന്നതും ഇതിലേക്ക് ചേർത്തു. ഇനി മൂന്നാമത് തന്നിരുന്ന വിശേഷണം ടൈപ്പ് എന്നുള്ളതാണ്. ഇവിടെ ടൈപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ടൈപ്പ് എന്നത് ടെസ്റ്റ് ഡാറ്റ ആയതുകൊണ്ട് ഇവിടെ ടെസ്റ്റ് ഡാറ്റ എന്നത് സെലക്ട് ചെയ്യുന്നു. ആഡ് ടു ആട്രിബ്യൂട്ട് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. 3 വിശേഷണങ്ങളും ചേർത്ത് കൊടുത്തു. ഇവിടെ ചോദ്യത്തിൽ പറയാത്ത ഒരു വിശേഷണം കൂടിയുണ്ട്, ID എന്നത്. ID എന്നത് വേണമെങ്കിൽ നമുക്ക് മായ്ച്ചു കളയാം. മായ്ച്ചു കളയണമെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം റിമൂവ് ആട്രിബ്യൂട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ചോദ്യത്തിൽ അത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്കത് മായ്ച്ചു കളയാം. റിമൂവ് ആട്രിബ്യൂട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് മായ്ച്ചു കളയുന്നു. ഇനി ഫയൽ സേവ് ചെയ്യണം. ഫയൽ സേവ് ചെയ്യുമ്പോൾ മെയിൻ റോഡ് എന്ന പേരിൽ സേവ് ചെയ്യുവാനാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, മെയിൻ റോഡ് എന്ന പേരിലാണ് അത് സേവ് ചെയ്യേണ്ടത്. main_road. അതേപോലെ ഇവിടെ സേവ് ചെയ്യുന്നു. അതിനുവേണ്ടി ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പേര് main_road എന്ന് കൊടുക്കുന്നു. QGIS മാപ്പ് എന്ന ഫോൾഡറിൽ തന്നെയാണ് അത് സേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ QGIS മാപ്പ് തന്നെയാണ് സെലക്ഷൻ ആയി കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ മെയിൻ റോഡ് എന്ന് പുതുതായി നമ്മൾ ചേർത്ത് കൊടുത്ത പാളി ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുത്ത 3 വിശേഷണങ്ങളും ഇവിടെ വന്നതായിട്ട് കാണാം. നെയിം, വിഡ്ത്ത്, ടൈപ്പ് എന്നിവയായിരുന്നു ആ വിശേഷണങ്ങൾ. ഇനി 2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തേത് ടൂൾ എഡിറ്റിംഗ്, ആഡ് ഫീച്ചർ എന്നീ ടൂളുകൾ ഉപയോഗിച്ച് പ്രധാന റോഡ് മാപ്പിൽ രേഖപ്പെടുത്തണം. ഇതാണ് ടൂൾ എഡിറ്റിംഗ് ടൂൾ.
അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആഡ് ഫീച്ചർ ടൂൾ, ഇവിടെ ആഡ് ഫീച്ചർ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ഫീച്ചർ ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റോഡിന്റെ തുടക്കം എവിടെയാണോ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റോഡ് പോകുന്ന വഴിയിൽ ഇതുപോലെ ഓരോ സ്ഥാനത്ത് ക്ലിക്ക് ചെയ്യുന്നു. അവസാന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഓരോന്ന് ചേർത്ത് കൊടുക്കാൻ. നെയിം എന്നുള്ളിടത്ത് മെയിൻ റോഡ് 1 എന്ന് ചേർത്ത് കൊടുത്തു. വിഡ്ത്ത് എന്നുള്ളിടത്ത് 4 എന്ന് ചേർത്ത് കൊടുക്കുന്നു. 4 മീറ്റർ എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ടൈപ്പ് എന്നുള്ളിടത്ത് ടാർ എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയ റോഡ് ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. എന്നാൽ അതിന്റെ വിഡ്ത്ത് കുറവായതുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതിന് പരിഹാരമായി നമുക്കതിന്റെ വിഡ്ത്ത് കൂട്ടിക്കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ചേർത്ത് കൊടുത്ത മെയിൻ റോഡ് എന്ന പാളി സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഓപ്ഷനുകളിൽ നിന്നും സ്റ്റൈൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം അതിനുവേണ്ട നിറം നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിറം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ വിഡ്ത്ത് കൂട്ടുവാൻ വേണ്ടി വിഡ്ത്ത് എന്നുള്ള ഈ ഭാഗത്ത് അത് കൂട്ടിക്കൊടുക്കുന്നു. ഇനി ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വരച്ചു ചേർത്ത റോഡ് വളരെ വ്യക്തമായും കാണുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചെയ്യുവാനുണ്ട്. ഈ ഭൂപടത്തിന്റെ സ്ക്രീൻഷോട്ട് തയ്യാറാക്കണം. അത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുകയും വേണം. സ്ക്രീൻഷോട്ട് തയ്യാറാക്കുന്നതിന്റെ വഴി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രിന്റ് സ്ക്രീൻ കീ അമർത്തുക എന്ന്. കീബോർഡിൽ ഏറ്റവും മുകളിലത്തെ നിരയിൽ കാണുന്നതാണ് പ്രിന്റ് സ്ക്രീൻ കീ. പ്രിന്റ് സ്ക്രീൻ എന്ന കീയിൽ അമർത്തി ഇനി ഇതിൽ പറഞ്ഞ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സേവ് ഇൻ ഫോൾഡർ പിക്ചേഴ്സ് എന്നതാണ് കാണുന്നത്. അത് മാറ്റിയിട്ട് പറഞ്ഞ ഫോൾഡർ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ അതേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എക്സാം 10 എന്ന ഫോൾഡർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഫയലിന് പേര് കൊടുക്കണം. ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, ചോദ്യ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ തയ്യാറാക്കിയ സ്ക്രീൻഷോട്ട് സേവ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു.